അയ്യപ്പേട്ട, നമ്മുടെ കഷായം ഗ്രീഷ്മയാണ് അടുത്തത്. ഗ്രീഷ്മയുടെ കാര്യം പറയുമ്പോഴേ, ഗ്രീഷ്മയുടെ അമ്മയും അമ്മാവനും അങ്ങനെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം അടപടലം ഒരു ഗജഫ്രോഡ് ഫാമിലിയാണ് എന്നുള്ളൊരു തോന്നലുണ്ട്. ഏതായാലും ഗ്രീഷ്മയുടെ അമ്മ ഭയങ്കര കരച്ചിലൊക്കെയാണ്. എൻ്റെ മകൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അവസാനം ഈ പറയുന്ന ഷാരോണിനെ മോശക്കാരനാക്കി ചിത്രീകരിച്ച് രക്ഷപ്പെടാൻ വരെയുള്ള ശ്രമം നടത്തി. ഷാരോണിൻ്റെ കയ്യിൽ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദൃശ്യങ്ങളൊക്കെയുണ്ട്. ഇരുവരും തമ്മിലുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ ദൃശ്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ അതൊക്കെ പുറത്ത് കാണിക്കുമെന്ന് ഭയപ്പെടുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കൃത്യത്തിലേക്ക് തൻ്റെ മകൾ പോയത് എന്നൊക്കെയാണ് അമ്മ പറയുന്നത്. പക്ഷെ അതൊക്കെ അവാസ്തവമാണ് എന്നുള്ളത് ഷാരോണിൻ്റെ കുടുംബത്തിൻ്റെ അവരുടെ ആ വളരെ നിഷ്കളങ്കമായിട്ടുള്ള അതെ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് അവരെ സ്വീകരിക്കാൻ പോലും തയ്യാറായിരുന്നു ആ വീട്ടുകാർ പോലും. അതുകൊണ്ടാണ് വീട്ടിൽ വെച്ചത്. രണ്ട് സമുദായമാണ് അവര്. അതെ, ഈ കുട്ടി നായർ സമുദായത്തിലെ കുട്ടിയാണ്, ഈ നാടാർ ഹിന്ദു ക്രിസ്ത്യൻ നാടാറിലെ, പക്ഷെ വളരെ മിടുക്കര വളരെ നല്ല ഫാമിലിയാണ്, കണ്ടാൽ തന്നെ അറിയാൻ പറ്റും. അതെ, ആ കുടുംബത്തിൽ കൊണ്ടുവന്നിട്ടെ ഇവര് താലി കെട്ടണം എന്ന് പറഞ്ഞ് മകന്റെ ഇഷ്ടത്തിന് അതുപോലും ചെയ്യാൻ നിൽക്കുന്ന ഒരു അച്ഛനും അമ്മയും ഒക്കെ ഈ മകനെ ഇങ്ങനെ ഒരു മോശക്കാരനായി വളർത്തുമെന്നുള്ള ചിന്തയൊന്നുമില്ല. തിരിച്ച് ഷാരോന്റെ ചേട്ടൻ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഗ്രീഷ്മയോട്, എന്താണ് നിന്റെ ഉദ്ദേശം? അതായത് ആ ചേട്ടന്റെ അനിയന് ഒരു വിഷമം വന്നപ്പോഴേ വിളിച്ചു ചോദിക്കാണ്, ചേർത്ത് പിടിക്കുകയാണ്. അപ്പൊ വിളിച്ചു ചോദിച്ചപ്പോൾ ഗ്രീഷ്മ കൃത്യമായിട്ട് പറഞ്ഞു, ഞാൻ നവംബറിൽ ഇറങ്ങി വരാം, ഇപ്പോൾ എനിക്ക് വീട്ടുകാരുടെ ഒപ്പം ഇങ്ങനെ നിന്നില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് മാറ്റിക്കളയുമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ പറയുന്ന ഗ്രീഷ്മയ്ക്ക് ഈ പറയുന്ന പോലെ വധശിക്ഷ കൊടുത്തപ്പോൾ എല്ലാവരും ഒരുവിധപ്പെട്ട മനുഷ്യന്മാരെ എല്ലാവരും സന്തോഷിച്ചു. ഈ സംഭവം വധശിക്ഷ ഉടൻ തന്നെ നടപ്പാകും എന്ന് കരുതിയിട്ടൊന്നുമല്ല, പക്ഷെ എല്ലാവരും പ്രതീക്ഷിച്ചൊരു വിധിയായിരുന്നു. എല്ലാവരും പ്രതീക്ഷിച്ച ഒരു വിധിയായതുകൊണ്ട് അതിനെ എതിർത്ത് പറഞ്ഞവരും ഒക്കെ ഉണ്ട്. വധശിക്ഷ നടപ്പാകുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നത് ഒരു 6 വർഷത്തേക്ക് ഈ കേസ് ഇങ്ങനെ നീണ്ടുപോകും. അതിനുശേഷം ഗ്രീഷ്മ പുറത്തിറങ്ങും. അല്ല, അങ്ങനെയല്ല, നമ്മൾ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, ഒരു ഏകാന്ത തടവിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട്. കാര്യം ഇത് ഒരിക്കലും തൂക്കിക്കൊലയിലേക്ക് പോകില്ല, ഗ്രൗണ്ട് ഇതിലുണ്ട്. കാര്യം ഇതൊരു ജില്ലാ കോടതിയാണ്, നെയ്യാറ്റിൻകര കോടതിയിൽ നിന്നാണ്. ഹൈക്കോടതിയിലേക്ക് വരുമ്പോൾ പ്രായം കുറവായതുകൊണ്ട് തൂക്കിക്കൊലയിലേക്ക് എന്തായാലും പോകില്ല, ജീവപര്യന്തത്തിലേക്ക് പോകും. ജീവപര്യന്തത്തിലേക്കും പോകാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നു. കാരണം ഇതിന്റെ ഒരു അപ്പീലും ബാക്കി കോടതി നടപടിക്രമങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു 6 വർഷത്തോളം ഇതിങ്ങനെ കഠിന തടവാകും. അതിനുശേഷം ഗ്രീഷ്മക്ക് പുറത്തിറങ്ങാനുള്ള സാധ്യത, ചിലപ്പോൾ പരോള് കിട്ടാൻ സാധ്യതയുണ്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ജീവപര്യന്തത്തിലേക്ക് തന്നെ പോകാൻ സാധ്യത ഉണ്ട്. നമുക്ക് അങ്ങനെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ഒരു വിശേഷം പറയുന്നത് കേട്ടായിരുന്നു, ഈ ജയിലിൽ എന്തൊക്കെയോ ചില വിശേഷങ്ങളൊക്കെ. ഗ്രീഷ്മയ്ക്ക് അത് നേരത്തെ വിശേഷമാണ്. ഗ്രീഷ്മക്ക് അവിടെ ഒരു ലെസ്ബിയൻ സഹതടവുകാരിയുമായിട്ടുള്ള ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഗ്രീഷ്മയ്ക്ക് ഇപ്പൊ ഇത് മാത്രമല്ല, ഗ്രീഷ്മ ഇത് ഷാരോണുമായിട്ട് ബന്ധമുണ്ടായിരുന്ന സമയത്ത് തന്നെ മറ്റൊരു കോളേജിലൊക്കെ തന്നെ 2 കാമുകന്മാരുണ്ടായിരുന്നു. ഒരേ സമയം ഒരുപാട് പേരെ, അതായത് കഴിവുള്ള കുട്ടിയാണ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഒരേ സമയം തന്നെ പലരെയും എന്താ പറയാ ഇങ്ങനെ മാനേജ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരാളായിരുന്നു. പക്ഷെ ഷാരോണിന് അത് പറ്റിയില്ല. അവനത് എന്താ പറയാ അത്രയും നമ്മുടെ ഡിവൈഎസ്പി ജോൺസൺ സാറൊക്കെ പറഞ്ഞ പോലെ പ്രണയം കൊണ്ട് കരൾ കൊടുത്തവനാണ്. അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ പറയുന്നത് ഷാരോൺ വളരെ മോശക്കാരനായിരുന്നു, അവൻ പ്രാർത്ഥന കത്തിക്കാനല്ല അവിടെ പോയത് എന്നുള്ളതാണ്. പക്ഷെ ഈ ഒരു ഇന്റിമേറ്റ് റിലേഷൻ ഉണ്ടാകുന്നത് പോലും ഇവർക്കിടയിലെ പ്രണയം കൊണ്ട് തന്നെയാണ്. ഈ പ്രണയത്തെ തുടർന്നാണ് സെക്സ് ചാറ്റാണ് ഗ്രീഷ്മ അന്ന് മുഴുവനും നടത്തിയിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഈ ഗ്രീഷ്മയുടെ പ്രായം നോക്കുമ്പോൾ അതേസമയം തന്നെ ഷാരോണിന്റെ പ്രായം നോക്കണം. അപ്പോൾ ഇരുവർക്കിടയിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ നീ വന്നോളൂ എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെയാണ് ഷാരോൺ പോയിട്ടുള്ളത്. അതും ഇല്ലല്ലോ, ഒരു വയസ്സിന്റെ വ്യത്യാസമാണ് ഉള്ളത്. അപ്പോൾ അത്രയൊക്കെ ചെയ്തിട്ട് ഈ തന്റെ മകൾ ഇതൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോ നിലവിളിയാണ്. തമിഴ്നാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റാൻ ശ്രമിച്ചത്, പക്ഷെ അത് നടന്നില്ല. അത് നേരെ
തിരിച്ചൊക്കെ അത് നടക്കാതെ പോയത് ഷാരോണിനെ തട്ടിക്കൊണ്ടുപോയി എന്നുള്ളൊരു വകുപ്പ് അങ്ങ് ഇട്ടു കൊടുത്തു. അതോടുകൂടിയാണ് കേസ് കേരള പോലീസിന്റെ കയ്യിലേക്ക് തന്നെ വന്നത്. അതെ, ആദ്യം അങ്ങനെയാണ് പോയത്. ഈ കേസ് പാറശാല പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസിന് വലിയ കാര്യമായിട്ട് എടുത്തില്ല എന്നൊക്കെയുള്ള കഥകൾ ഉണ്ടായിരുന്നു. അവർ ഈ പെൺകുട്ടിയുടെ ബന്ധുക്കൾ വരെ CPM-ലുണ്ട് അവിടെ പാറശാലയിൽ. ഏതായാലും പറയൂ. അപ്പോ ഇത്തരത്തിലുള്ള ചേട്ടൻ ഈ പറഞ്ഞ പോലെ വധശിക്ഷ എന്ന് പറയുമ്പോൾ ഒന്നാമത് നമ്മുടെ കേരളത്തിൽ 91 അവസാനം ഒരു വധശിക്ഷ വന്നിരിക്കുന്നത്. പിന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുമ്പോൾ സുപ്രീം കോടതിയിൽ ഏതാണ്ട് ഇത്രയും നാളിനിടയിൽ എല്ലാ ഹൈക്കോടതികളിൽ നിന്നും ചെന്നിട്ടുള്ള വധശിക്ഷകളിൽ 7 മാത്രമാണ് ശരിവെച്ചിട്ടുള്ളൂ. സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ചാലും പിന്നീട് നമുക്കറിയാലോ പ്രസിഡന്റിന്റെ അടുത്തേക്ക് ഒരു മാപ്പപേക്ഷയുണ്ട്, അവിടെയും തള്ളപ്പെട്ടാൽ മാത്രമാണ് ഇത് നടന്നിട്ടുള്ളൂ. കേരളത്തിലാണെങ്കിൽ 91 നടന്നിരിക്കുന്നത് അവസാനത്തെ വധശിക്ഷ. തിരുവനന്തപുരത്ത് അവസാനം നടന്നത് 71 ആ ഒരു കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. അഴകേശൻ എന്ന് പറയുന്ന ഒരാളുടെ വധശിക്ഷയാണ് നടന്നിരിക്കുന്നത്. അതെല്ലാം തന്നെ വളരെ ബ്രൂട്ടലായിട്ട് അത്രയും വൈകൃതമായിട്ട് തന്നെ കൊലപ്പെടുത്തിയ ഒരു കേസായതുകൊണ്ടാണ് അത് വധശിക്ഷ ശരിവെച്ചതും ഹൈക്കോടതി. പക്ഷേ ഗ്രീഷ്മയുടെ ഒരു കാര്യം വരുമ്പോഴേ ചെറുപ്പമാണ്, പെൺകുട്ടിയാണ്, പഠിക്കാൻ മിടുക്കിയാണ്, വളരെ നല്ല എന്താ പറയുക വളരെ ബോൾഡായിട്ടുള്ള കുട്ടിയാണ്. ഗ്രീഷ്മയുടെ അമ്മയൊക്കെ ജയിലിൽ പോയി കാണാൻ ചെന്നപ്പോഴേ അവര് പൊട്ടിക്കരയാണ്. ഒരുപക്ഷെ നാടകമായിരിക്കാം, ഈ പോലീസ് ഒക്കെ പറയുമല്ലോ, വളരെ ദുഃഖിതരാണ് മാതാപിതാക്കൾ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ ഗ്രീഷ്മ പക്ഷെ അവിടെ നിന്നിരുന്നത് വളരെ ബോൾഡായിട്ട്, യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ. അതായത് ഗ്രീഷ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാം ഏതാണ്ട് ഇത്ര വർഷമൊക്കെ കഴിയുമ്പോൾ ഞാൻ പുറത്തിറങ്ങും, ഞാൻ അപ്പോൾ ജീവിച്ചോളാം. അതായത് അന്ന് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞ അതേ സ്റ്റേറ്റ്മെൻറ്റിൽ ഇപ്പോഴും ഗ്രീഷ്മ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. അതായത് അത്രയും മനസ്സിന് കാഠിന്യമുള്ള ഒരു ആളാണ്. അതായത് ഈ ജയിൽവാസം ഒന്നും ഈ പ്രായത്തിൽ ജയിൽവാസം വന്നതുകൊണ്ടൊന്നും ഉലഞ്ഞു പോയിട്ടില്ല. ഒരുപക്ഷെ ചില കാര്യങ്ങളിലൊക്കെ ഉലഞ്ഞു പോവില്ലേ ചേട്ടാ? അപ്പോൾ സ്വാഭാവികമായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. മാത്രമല്ല ഗ്രീഷ്മയുടെ അമ്മ വീട് വിറ്റിട്ടുണ്ട്. വീട് വിറ്റു എന്ന് പറയുന്നത് അവരുടെ ബന്ധു വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത് എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ, സാമ്പത്തികമൊക്കെ പോകും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ്. പിന്നെ ഗ്രീഷ്മയ്ക്ക് അവിടെ വെച്ചിട്ടും ഒരു ലെസ്ബിയൻ പ്രണയം ഉണ്ടായി. ഇതിനു മുമ്പും ഗ്രീഷ്മ അതിനിടയിൽ വരുന്നത് ഗ്രീഷ്മ ഗർഭിണിയായിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളൊക്കെ ഗ്രീഷ്മയുടെ പല്ല് പോയ കഥ. അതായത് എന്നിട്ട് മറ്റൊരു കാമുകനൊപ്പം ആ കാമുകന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കര ശ്രദ്ധേയമാണ്. എന്താണെന്നറിയോ? അയാൾ പറയുന്നതേ ദൈവമേ ഞാൻ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല ചേട്ടാ, അയാൾക്ക് സ്ഥാപിക്കേണ്ടി വരികയാണ് ഈ പെൺകുട്ടിയുമായിട്ട് എനിക്ക് ശാരീരിക ബന്ധം ഉണ്ടായിട്ടില്ല എന്ന് അയാൾക്ക് സ്ഥാപിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ആ യുവാവ് പോയി എന്നുള്ളതാണ്. അതായത് ഞങ്ങൾ പോകുമ്പോൾ ആക്സിഡൻ്റായി പല്ല് പോയി എന്നല്ലാതെ ഞങ്ങൾ തമ്മിൽ ശാരീരിക ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. സത്യം. ആ സൈനികൻ ജീവനെ കൊണ്ട് ഓടി. അപ്പൊ പിന്നെ ഈ യുവാവ് പോവാതിരിക്കില്ലല്ലോ. സൈനികൻ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അയാളെ ജീവനെ കൊണ്ട് അയാളെ കല്യാണമൊക്കെ കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത് ഈ ശിക്ഷ ഇളവ് കിട്ടിയാൽ 6 വർഷത്തെ കഠിന തടവിന് ശേഷം ചിലപ്പോൾ പരോള് കിട്ടും. പക്ഷെ ജീവപര്യന്തത്തിലേക്കല്ലേ പോകാൻ സാധ്യതയുള്ളൂ. അതിന് ഈ ഒരു പ്രായവും ഇപ്പോൾ ഗ്രീഷ്മയ്ക്കുള്ള ഒരു വിഭാഗം ഇപ്പോഴും ഗ്രീഷ്മയ്ക്ക് അനുകൂലമായി നിൽക്കുന്ന പല കാര്യങ്ങളും പറയുന്നത് ചേട്ടൻ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു 6 വർഷം കൊണ്ട് തന്നെ ഗ്രീഷ്മയ്ക്ക് മാനസാന്തരം എന്നൊരു കാര്യം കോടതി എപ്പോഴും പരിഗണിക്കും, നിരീക്ഷിക്കുകയും ചെയ്യും. മാനസാന്തരം എന്നുള്ള ഒരു കാര്യം കോടതി പരിഗണിക്കുകയും ചെയ്യും. മാനസാന്തരത്തിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു പരിഗണിക്കുകയാണെങ്കിൽ ആ സമയത്തേക്ക് ഗ്രീഷ്മ എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നുള്ളത് ഇതിൽ നിർണായകമായിരിക്കും. ഗ്രീഷ്മയുടെ അവിടുത്തെ ചെയ്തികൾ, അവിടുത്തെ പ്രവർത്തികൾ, അതായത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ചേട്ടൻ്റെ അടുത്ത് മനോഭാവം എങ്ങനെയാണ് എന്നുള്ളത്. അച്ഛനമ്മയും കാണാൻ ചെല്ലുമ്പോഴും അവർ പൊട്ടിക്കരയുമ്പോഴും ഗ്രീഷ്മ ചേട്ടാ ഉല്ലസിക്കാലോ, ഒരാളുടെ ജീവനല്ലേ എടുത്തോളൂ, കൂടുതലൊന്നും എടുത്തിട്ടില്ലല്ലോ. ചിത്രം വരയുണ്ടെന്ന് പറയുന്നു. ചിത്രം വരയ്ക്കും, ചിത്രം വരക്കുകയൊക്കെ ചെയ്യും, നല്ല ആർട്ടിസ്റ്റാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഞാൻ പറയുന്നത് ഒരു 6 വർഷത്തിന് ഇപ്പുറം കൂടിപ്പോയാൽ ഗ്രീഷ്മയ്ക്ക് അതും പ്രശ്നമല്ല. ചേട്ടൻ പറഞ്ഞുള്ള ജീവപര്യന്തം വന്നാലും പ്രശ്നമല്ല. കാരണം ആദ്യം തന്നെ ഗ്രീഷ്മ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതേ ജീവപര്യന്തം കിട്ടുമായിരിക്കും. അതായത് ഞാൻ പുറത്തിറങ്ങുമ്പോൾ 38 വയസ്സ്, ഞാൻ അപ്പം ജീവിച്ചോളാം. അപ്പോൾ അത് പറയുന്ന ഒരു യുവതിക്ക്
ഈ പറയുന്ന കഠിന തടവോ ആയാലും എന്തായാലും അതൊരു വിഷയമായിരിക്കില്ല. എന്തായാലും ഗ്രീഷ്മയുടെ അമ്മയും ഗ്രീഷ്മയുടെ കുടുംബം പക്വതക്കുറവ് എന്നാണ് പലരും അതിനെ ന്യായീകരിക്കുന്നത്. അതെ, എന്റെ മകൾക്ക് 25 വയസ്സായി, 24 വയസ്സ് കഴിഞ്ഞു, പക്ഷെ അവൾക്ക് ബുദ്ധിയെ കുറച്ചിട്ടുണ്ട്. അവള് സംസാരിക്കണേക്ക് അതെ, അതൊന്നും ചേട്ടാ ഇത്രയൊക്കെ സെർച്ച് ചെയ്ത് ഇതെല്ലാം വളരെ ബ്രൂട്ടലായിട്ട് അതെല്ലാം നോക്കിയല്ലോ. ഇത് എന്തൊക്കെ കൊടുത്താൽ എത്രത്തോളം കൊടുത്താൽ കൊടുക്കുമെന്ന് മരിക്കുമെന്ന് നോക്കുന്നു. ആദ്യം ഒരു അറ്റംപ്റ്റ് നടത്തുന്നു, അത് പാളിപ്പോയപ്പോൾ അതിനേക്കാൾ മികച്ച ഒരു കാര്യത്തിന് വേണ്ടി ഭയപ്പെടുത്തുന്നുണ്ടല്ലേ ഈ കുട്ടി, എന്ത് കുട്ടിയാണെന്നൊരു ഭയപ്പെടുത്തുന്നുണ്ടല്ലേ. കാര്യം നമ്മുടെ മുന്നിൽ വേറെ മനുഷ്യനാണോ എന്നുള്ളതാണ്. നമ്മുടെ മുന്നിൽ ഇപ്പൊ ഞാൻ എന്റെ മകളുടെ കാര്യം പറഞ്ഞു, അതുപോലെ എത്രയോ കൊച്ചു മക്കളുണ്ട് നമ്മുടെ കുട്ടികളുടെ പ്രായമുള്ള, എന്റെ കുട്ടികളുടെ പ്രായമുള്ള. അപ്പൊ നമ്മൾ ഒരു വേള ഇത് എന്ത് കുട്ടിയാണ് എന്നൊരു ചിന്ത നമുക്ക് ഉണ്ടാകുന്നുണ്ട് തുടക്കം മുതൽ. പക്ഷെ ഈ ഫാമിലിക്കില്ല. ഈ പറയുന്ന ഗ്രീഷ്മയുടെ അമ്മാവൻ, മൂത്ത അമ്മാവൻ മരിച്ചുപോയി. അദ്ദേഹം ഈ കഴിഞ്ഞ ഇടക്കാണ് എന്നാണ് പറയുന്നത്. ഈ ഗ്രീഷ്മയുടെ അമ്മാവൻ മറ്റൊരു, അതായത് ഇപ്പൊ ഈ കൊലപാതകം നടന്നതിന് ശേഷം അത് മറ്റൊരു കൊലപാതകത്തിലേക്ക് കൂടി വിരൽ ചൂടുന്ന ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് ഇവരുടെ കുടുംബത്തിൽ. അതായത് ഇവരുടെ അമ്മയുടെ, ഗ്രീഷ്മയുടെ അമ്മയുടെ ചേച്ചിയുണ്ട്. ഈ ചേച്ചിയുടെ മകനുണ്ട്. ആ മകൻ കല്യാണം കഴിച്ചത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി മരിച്ചുപോയി. പക്ഷെ അതിനു മുൻപ് ഇയാൾ മരിച്ചു പോകുന്നു. 3 മക്കളുണ്ട്. 3 മക്കളിൽ ഒരാൾ മരിച്ചുപോയി. ബാക്കി മക്കളെയൊക്കെ അവരുടെ അമ്മയുടെ വീട്ടുകാരാണ് നോക്കുന്നത്. ഈ യുവാവ് മരിച്ചതിനെ കുറിച്ചും ആ സമയത്ത് ആത്മഹത്യ എന്നാണ് പറഞ്ഞത്. പക്ഷേ അന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് ഇതിന് പിന്നാലെ പോകാനുള്ള ഒരു സാമ്പത്തിക അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ അതും ഒരു സംശയമാണ്. കാരണം കല്യാണം കഴിഞ്ഞ കുട്ടികളായിട്ട് പോലും വീട്ടിൽ കയറ്റാതിരിക്കുകയും, അതെ, അപ്പോൾ വീട്ടിൽ കയറ്റാതിരിക്കുകയും നിരന്തരം അപ്പോഴും ഇവരെ ഉപേക്ഷിച്ചു വരാൻ നിർബന്ധിക്കുകയും സമ്മർദ്ദം പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മരണവും ഇപ്പോൾ വിഷമുള്ളിൽ ചെന്നാണ് മരിച്ചത്, ആത്മഹത്യയാണെന്ന് അവർ വരുത്തി തീർത്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു സാഹചര്യം, അവർക്കൊരു എന്താ പറയാ സംശയം അല്ല ചേട്ടാ, അതിനൊരു പരമ്പര ഉണ്ടല്ലോ. അതായത് ഇങ്ങനെ ഒരു പാരമ്പര്യം അവർക്കുണ്ട്, ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിഗൂഢതകൾ ഉള്ള ഒരു ഫാമിലിയാണ്. അപ്പോൾ ഇത്തവണ ഗ്രീഷ്മ കൂട്ടുപിടിച്ചത് ചെറിയമ്മാവനെയാണ്, നിർമ്മലകുമാരൻ നായരാണ് കളനാശിനി വാങ്ങിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു അമ്മാവൻ്റെ അടുത്ത് എനിക്ക് ഇന്ന ആളെ കൊല്ലണം, ഒന്ന് കളനാശിനി വാങ്ങിത്തരുമോ എന്ന് ചോദിക്കുമ്പോഴേ ശരി എന്ന് പറഞ്ഞ് വാങ്ങിക്കൊടുക്കുന്ന ഒരു അമ്മാവനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധി ഇല്ലാത്തതുകൊണ്ടല്ലോ, ബുദ്ധി കൂടിപ്പോയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇത് ഗജ ഫ്രോഡ് ഫാമിലിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും നമുക്ക് ഇപ്പോൾ ഒരു ലെസ്ബിയൻ പ്രേമം എന്ന് പറഞ്ഞ് ഇനി മറ്റേതെങ്കിലും പ്രേമമൊക്കെ ഇനി ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും. അതൊക്കെ ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നവരും വേറെയും പ്രണയങ്ങളൊക്കെ ഇനി അവിടെ ശരീരത്തിന്റെ ആവശ്യമാണല്ലോ. അല്ല, ഏതായാലും നമുക്ക് നോക്കാം. ഇങ്ങനത്തെ ഒരു കുട്ടി ഇനിയിപ്പോൾ 24 വയസ്സിൽ ഇത്രയും മനക്കട്ടിയും ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ ഇനിയും ഇതേപോലെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ ജയിൽ ജീവിതത്തിൽ നമുക്ക് കേൾക്കേണ്ടി വരും. അതെ, നമുക്ക് നോക്കാം. കഷായം ഗ്രീഷ്മ.